ശരിക്കും ഇപ്പോൾ ഏറ്റവും അവസാനം കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്ന വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഈ വി ഡി സതീശൻ്റെ ക്യാമ്പുകളിൽ നിന്നാണോ എന്നറിയില്ല ഒരു പ്രചാരണം വന്നു. അതായത് രാഷ്ട്രീയ സാഹചര്യവും കാലാവസ്ഥയും പരിഗണിക്കണം, അതുമാത്രമല്ല MLA-മാരുടെ എണ്ണം മാത്രമല്ല ഘടകകക്ഷിയുടെ അഭിപ്രായം കൂടി പരിഗണിക്കണം എന്ന രീതിയിലുള്ള പ്രസ്താവനകളും വന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ തന്നെ നേരിയ രീതിയിലാണെങ്കിലും ചില ഗ്രൂപ്പ് പോരുകളും വന്നു തുടങ്ങി. വളരെ നേരത്തെ തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു വിജയപ്രതീക്ഷ വന്ന ഉടൻ തന്നെ UDF ക്യാമ്പിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചയ്ക്ക് തുടക്കമായിരുന്നു. അതിൽ തുടക്കമിട്ടത് പിന്നെ എറണാകുളത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ്. അത് VD സതീശന് അനുകൂലമായിട്ടുള്ള പരാമർശം നടത്തുകയാണ് ആദ്യം ചെയ്തത്. അതിനെ തുടർന്ന് പിന്നീട് അത് വലിയ വിവാദമാകുന്നു. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പ്രകടമാക്കുന്ന പല അദ്ദേഹത്തിന്റെ ഫീച്ചറുകളൊക്കെ വരുന്നു. KC വേണുഗോപാൽ ഒരു ഭാഗത്ത് നീക്കങ്ങൾ നടത്തുന്നു, ഒരു മറുഭാഗത്ത് VD സതീശൻ. ഇതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഫ്ലക്സ് ബോർഡുകൾ പലയിടങ്ങളിലും ഉയർന്നിരിക്കുന്നു. VD സതീശൻ പട നയിച്ചയാളാണ്, അയാൾ തന്നെ നാട് നയിക്കട്ടെ എന്നതാണ് ആ ഫ്ലക്സ് ബോർഡുകളിൽ കാണുന്നത്. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് VD സതീശന്റെ ചിത്രം വെച്ചിട്ടുള്ള പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ UDF അധികാരത്തിൽ വന്നാലുള്ള ഒരു സിനാരിയോ ആണ്. അവിടെയാണ് സാധാരണ നിലയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ടുണ്ടാകുന്ന പുതിയ ശീലമായിരുന്നു സാധാരണ നിലയിൽ ഇവിടെ തന്നെ MLA-മാർ അവരുടെ പിന്തുണ ആർക്കാണെന്ന് അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആരാകണമെന്ന തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് വരുന്നതായിരുന്നു രീതിയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് OC-യുടെ കാലത്ത് നേരെ തിരിച്ച് അവിടെ 2 നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കുകയും MLA-മാരുടെ മനസ്സറിഞ്ഞ ശേഷം അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു. ആ രീതിയാണ്, ആ ശൈലിയാണ് തുടർന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും UDF-ന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു ജനവിധിയാണ് നാളെ വരാനിരിക്കുന്നതെങ്കിൽ ഹൈക്കമാൻഡ് ചെയ്യുക, അവിടുന്ന് 2 നിരീക്ഷകർ വരുന്നു, ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ആർക്കാണെന്ന് പരിശോധിക്കുന്നു എന്നതാണ്. പക്ഷെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ MLA-മാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ, അവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വലിയ സ്വാധീന ശക്തിയായി മാറിയത് AICC-യുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഇടപെടലാണ്. ഇവിടുത്തെ അദ്ദേഹത്തിന് താല്പര്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോട് അനുഭാവം പുലർത്തുന്ന ആളുകളാണ് കൂടുതലായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അത് വ്യക്തമായ ഒരു കണക്കുകൂട്ടലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കാരണം വിജയിച്ച് കയറുകയാണെങ്കിൽ MLA-മാർ തനിക്ക് വേണ്ടി കൈപൊക്കും, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരം കിട്ടുമെന്ന KC വേണുഗോപാലിന്റെ കണക്കുകൂട്ടലാണ്. അതിനെ വെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VD സതീശന്റെ ക്യാമ്പിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ വരുന്നത്. അത് കേവലം MLA-മാരുടെ മനസ്സ് മാത്രം അറിഞ്ഞാൽ പോലെ അതിൽ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കണം. ഘടക കക്ഷികളുടെ അഭിപ്രായം അത് പ്രധാനമായും മുസ്ലിം ലീഗിനെ കൂടി കണക്കാക്കിക്കൊണ്ടാണ് ആ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കാരണം മുസ്ലിം ലീഗിനകത്ത് VD സതീശന് മുഖ്യമന്ത്രിയാകുന്നതിനോട് അനുകൂലമായ തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതൊക്കെ പ്രതികരണങ്ങൾ ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഡോക്ടർ MK മുനീർ അത് തള്ളിക്കളഞ്ഞെങ്കിൽ പോലും സാദിഖ് അലി തങ്ങളൊക്കെ പറഞ്ഞത് സാദിഖ് അലി തങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇല്ല, അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല, പുള്ളി തള്ളി. അതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ VD സതീശൻ ഒരു വളരെ ശക്തനായ ഒരു എതിരാളിയായി, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഈ പോരാട്ടത്തിൽ ഒരു KC വേണുഗോപാലിന് വളരെ ശക്തനായ ഒരു എതിരാളിയായി VD സതീശൻ മാറിയിട്ടുണ്ട്. അതിനാണ് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ക്യാപ്ഷനിൽ രമേശ് ചെന്നിത്തലയുണ്ട്, 3 പേരും ഉണ്ട്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ ഈ ഫൈനൽ ലിസ്റ്റിലേക്ക് ഇവർ 2 പേരും കട്ടയ്ക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.